അർജുൻ നായങ്കിക്കായി സംസ്ഥാന വ്യാപകമായി പോലീസ് തെരച്ചിൽ നടത്തുമ്പോഴാണ് ഇപ്പോൾ എടപ്പാളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ സുഹൃത്തുക്കൾക്കൊപ്പം അർജുൻ നായങ്കി എത്തുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതും ഒക്കെയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെ തന്നെ മലപ്പുറത്ത് നിന്ന് അർജുൻ നായങ്കിയുടെ 4 സുഹൃത്തുക്കളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ്. സിജോ വി ജോണിലേക്ക്. സിജോ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ പിടികൂടിയില്ലെങ്കിൽ അത് വലിയ 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 അഭിമാന പ്രശ്നമാവുകയാണ് പോലീസിനെ സംബന്ധിച്ച്. കാരണം പോലീസ് തെരച്ചിൽ നടത്തുമ്പോഴാണ് ഈ രീതിയിൽ പൊതുസ്ഥലത്ത് അർജുൻ നായങ്കി പ്രത്യക്ഷപ്പെടുന്നത്. അതെ, അതാണ് പ്രശ്നം. പുറത്തു വരികയും ചെയ്യുന്നു, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. അത് മാത്രമല്ല, ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ഓരോ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒടിമറയത്തിൽ നിന്നാണെങ്കിൽ പോലും സംസ്ഥാന പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, മന്ത്രിമാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇത് പൊതുസമൂഹം ഇത് വലിയ രീതിയിലാണ് നോക്കിക്കാണുന്നത്. കാരണം ഇങ്ങനെ ഒരാൾ ഇതേപോലെ വെല്ലുവിളി നടത്തിയിട്ടും പോലീസിന് പിടികൂടാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആയെങ്കിൽ തന്നെ വന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ അമ്പലനടയിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കടലിൽ ഇങ്ങനെ ബോട്ടിൽ കറങ്ങി നടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവും അതുണ്ടാവുക. എന്തായാലും ഒളിവിൽ കഴിയുന്ന ഒരാൾ അത്രയും സത്യസന്ധമായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും തോന്നില്ല, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കീഴടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പോലീസിനെ മനഃപൂർവ്വം അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമാക്കുക എന്നുള്ളൊരു സംഭവം, ഒരു ചിന്ത എന്തായാലും ആയങ്കിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ആയങ്കിയെ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ആയങ്കിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ സംസ്ഥാന വ്യാപകമായും സംസ്ഥാനത്തിന് പുറത്ത് നടത്തുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പിന്നെ പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അർജുൻ നായങ്കി എന്ന് തോന്നുന്നു. അതെ, അതായത് ഇപ്പൊ ഇതിൽ കൂടുതലൊന്നും നാണക്കേട് പോലീസിന് ഒരു പ്രതിയെ കൂടി പിടികൂടുന്നതിൽ വരില്ല. കാരണം നമ്മൾ മാധ്യമങ്ങളൊക്കെ പല കേസുകളിലൊക്കെ വരുമ്പോഴത്തെ പ്രതി എവിടെയെന്നാണ് പലപ്പോഴും ചോദിക്കുക. 7 ദിവസം, 8 ദിവസം, 10 ദിവസം, 15 ദിവസമൊക്കെ ആയിട്ട് പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോലീസിന് മുന്നിൽ കൂടി പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുന്നു, അയാളെ പിടികൂടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നില്ലാണ്. അപ്പോൾ അത് വലിയ രീതിയിലുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ അർജുൻ നായങ്കിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള പോസ്റ്റുകൾ നോക്കിയാൽ മതി. അത് പോസ്റ്റുകൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ പോലീസ് ഒരു നിമിഷം അതിന് മുന്നേ തന്നെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കായിരിക്കും പോവുക. എന്തായാലും അതിനൊരു ടീം എന്തായാലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും അതോടൊപ്പം തന്നെ ഈ പോസ്റ്റുകളൊക്കെ വരുന്നത് വലിയ ക്ഷീണമാണ് പോലീസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി കിട്ടിയാൽ അതിൽ അധികകാലം പുറത്തിറങ്ങാതെ കുറച്ച് നാളെ നീട്ടിക്കൊണ്ടു പോകാനുള്ള നടപടികളായിരിക്കും പോലീസ്. ശരി. എന്തായാലും അർജുൻ നായങ്കിയെ പൂട്ടാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ആയങ്കി എവിടെ എന്ന് സംബന്ധിച്ച ഒരു സൂചനയുമില്ല. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കൂടുമാറിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ നായങ്കി. അതിന് വിവിധ ആളുകളുടെ, സുഹൃത്തുക്കളുടെ, ഈ ഗുണ്ടാ മാഫിയയുടെ വലിയ സഹായം അർജുൻ നായങ്കി കിട്ടുന്നുണ്ട് എന്നത് ഉറപ്പാണ്. ഇപ്പോൾ എടപ്പാളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ് പോലീസ് ആയങ്കിക്കായി. വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.